കേരളത്തിൻ്റെ തനതായ കരകൗശല വിഭാഗത്തിന് മാറ്റുകൂട്ടുകയാണ് ആലവട്ടവും നെറ്റിപ്പട്ട നിർമ്മാണവും. നമസ്കാരം. നാടിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന സ്ഥലത്ത് താമസക്കാരനായ സുരേഷ് ബാബു ചേട്ടനെയാണ്. കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹം സ്വന്തം വീട്ടിൽ സ്വീകരണ മുറികൾക്ക് അലങ്കാരമാകുന്ന, പൂജാമുറികൾക്ക് അലങ്കാരമാകുന്ന നെറ്റിപ്പട്ടവും ആലവട്ടവും നിർമ്മിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്തേ. ചേട്ടൻ എവിടെയാണ് ഈ ആർട്ട് പഠിച്ചത്? ഞാൻ ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ ഈ ആർട്ട്പരമായിട്ടുള്ള ഇതൊക്കെ പഠിച്ചത്. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന ഈ നെറ്റിപ്പട്ടം പഠിച്ച തൃശ്ശൂരിൽ നിന്നാണ്. ആലവട്ടമൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് അത് നേരത്തെ ഉണ്ട് സാധനം. നമ്മൾ 1-2 ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരെണ്ണമാണ്. ഇപ്പോൾ പിന്നെ അതിനകത്ത് ഓരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ ഐഡിയ തോന്നും, അങ്ങനെ ചെയ്ത് വയ്ക്കുന്നതാണ് അത് കൂടുതലും. കരകൗശല വിഭാഗത്തിൽ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ അറിയാം? ഞാൻ ഹാൻഡിക്രാഫ്റ്റിൽ ബ്രോൺസ് കാസ്റ്റിംഗ് എന്നൊരു സെക്ഷൻ, അതാണ് ഞാൻ പഠിച്ചത്. അതിനകത്ത് വരുന്നത് മെയിനായിട്ട് വാക്സ് മോഡലിങ് വരും, പിന്നെ കാസ്റ്റിങ്, മെറ്റൽ കാർവിങ്, ഇതെല്ലാം അതിനകത്ത് വരും. ഞാൻ കൂടുതലും നാട്ടിൽ വന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വാക്സ് മോഡലിങ്ങാണ്. അപ്പം ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അളവിലത് മെഴുകിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ അവരത് കാസ്റ്റിങ് വേറെ കൊണ്ടുപോയിട്ട് അത് മണ്ണ് കെട്ടിയൊക്കെ കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. മെയിനായിട്ട് ഞാൻ കൂടുതലും വാക്സ് മോഡലിങ് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസൊക്കെ കൂടുതലും എടുക്കാറ്? വാക്സ് നമുക്ക് ചങ്ങനാശ്ശേരിയിലൊക്കെ മേടിക്കാൻ കിട്ടും സാധനം. ഡി വാക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങാടിക്കടയിൽ പച്ചമരുന്ന് കടയ്ക്ക് അവിടെ, അത് കൂടുതലായി കിഴക്കൻ മറ്റേ ആദിവാസികളൊക്കെ കാട്ടിലുള്ള ആൾക്കാരുണ്ട്, അവർ കൊണ്ടുവന്ന് കൊടുക്കുന്ന സാധനം അവിടെ. പ്രത്യേകം കണക്കുകളോ ചിട്ടവട്ടങ്ങളോ ഉണ്ടോ? ഉണ്ട്, കണക്കുകളുണ്ട് അതിന്. കണക്കുകൾ അതിപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഇവിടെ ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്ന നെറ്റിപ്പട്ടങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം പിന്നെ ആനയുടെ നെറ്റിപ്പട്ടം എന്ന് അത് വ്യത്യാസമാണ്. അതിൻ്റെ അതിന് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കണക്ക് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യം ഗണപതിക്ക് വെക്കുക, അങ്ങനെ ഓരോന്നിനും ഓരോ സങ്കല്പമുണ്ട്. തൃക്കണ്ണ്, ചന്ദ്രക്കല, ത്രിമൂർത്തികൾ, പഞ്ചഭൂതങ്ങൾ, അങ്ങനെ ഓരോ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ചാണ് നമ്മൾ അതിനകത്ത് ഓരോ കുമളകൾ സെറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഗണപതിയെ സെറ്റ് ചെയ്യും, വെച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം വെച്ച് അതിൻ്റെ തുണിയിൽ അതിൻ്റെ ഷെയ്ഡ് വരച്ച് ഇതെല്ലാം വെച്ച് നമ്മൾ ആദ്യം വലിയ വലിയ കുമ്പളകൾ ഒട്ടിക്കും. പിന്നീട് അതിന് ചുറ്റിനും ചെറിയ ഇതെല്ലാം എടുത്ത് പിന്നെ അവസാനമായിട്ട് നൂല് കെട്ടും. നൂല് നമ്മൾ വെച്ച് നോക്കും, ഓരോ പാറ്റേൺ അങ്ങനെ മാച്ചിങ് കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് അത് വെച്ച് ആദ്യം നൂല് മൊത്തത്തിൽ വലിച്ച് കെട്ടിയിട്ട് പിന്നെ ഇതെല്ലാം ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്, പശ വെച്ച് നൂല്. ഏകദേശം എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ പറ്റും? നമ്മൾ ഫുള്ളായിട്ടിരുന്നാൽ 3 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം നെറ്റിപ്പട്ടം. ചിലത് വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും, 4 ദിവസമൊക്കെ എടുക്കും. 4 ദിവസം കൂട്ടാം എന്തായാലും. ഇത് പ്രത്യേകം വ്രതശുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ചിട്ടവട്ടവും എല്ലാം ഉണ്ടോ ഇതിന്? ചേട്ടനായിട്ട് ചെയ്യാറുണ്ടോ? ഞാനിത് വ്രതം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്, നെറ്റിപ്പട്ടം ആലവട്ടമൊക്കെ. കാരണം ഇത് നമ്മുടെ നിന്ന് വാങ്ങുന്നവർ കൂടുതലും പൂജാമുറികളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതെല്ലാം ചെയ്യുമ്പോൾ വ്രതം എടുത്ത് തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. നേരത്തെ വാക്സ് മോഡൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് കൂടുതലും ഈ ക്ഷേത്രങ്ങളിലേക്ക് ഈ ശീവേലി വിഗ്രഹങ്ങളായിരുന്നു കൂടുതലും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വ്രതം എടുത്ത് തന്നെ. അപ്പോൾ അന്ന് തൊട്ട് അങ്ങനെ ഒരു ശീലമുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന ദിവസം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന പ്രത്യേക ദിവസം ഇതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഈ ഓർഡർ വരുമ്പോഴത്തേനും പിന്നെ ഞാൻ രാഹുകാലം നോക്കും. നമ്മളിതൊരു വിശ്വാസം ആയതുകൊണ്ട് രാഹുകാലം മാത്രം നോക്കിയിട്ട് ഞാൻ തുടങ്ങും. കൂടുതലും ആളുകൾ ഏത് തരം നെറ്റിപ്പട്ടങ്ങളാണ് ചോദിക്കാറ്? നെറ്റിപ്പട്ടം നമ്മൾ എങ്ങനെ ഒരു സാധാരണ നമ്മൾ ഇല്ല, ചിലർ ഇപ്പം നടുക്ക് സാധാരണ നെറ്റിപ്പട്ടം നടുക്ക് ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ തൃക്കണ്ണ് വരും. ഇപ്പം കൂടുതലായിട്ട് ഓരോരുത്തർ ഇത് കണ്ടിട്ട് ഗണപതിയുടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ തന്നെ അതൊരു 5-6 എണ്ണം ചെയ്ത് ഗണപതി വെച്ച്. അപ്പോൾ അതൊരു ട്രെൻഡ് പോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പൂജാമുറിയിലേക്കൊക്കെ ആകുമ്പോഴത്തേനും
അതൊരു താല്പര്യം പോലെയാണ്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഷേപ്പൊക്കെ അതെല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കുന്നതല്ല. ഷേപ്പ് ഇപ്പം വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് പാറ്റേൺ വ്യത്യാസമൊക്കെ വരും, അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻസിൻ്റേതിന് ചെയ്യാറുണ്ടല്ലോ, ക്രിസ്ത്യൻസിൻ്റേത് എങ്ങനെയാണ്? അതിന് ആലവട്ട മോഡലിലാണ് കൂടുതലും, നെറ്റിപ്പട്ടമായിട്ടല്ല ആലവട്ട മോഡലിലാണല്ലേ? ആലവട്ടത്തിൻ്റെ ആ മോഡലാണ്. ഇപ്പം ക്രിസ്ത്യൻസിൻ്റെ ആലവട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് അതായത് ആ രൂപം ഹാങ്ങിങ് എന്നേ ഉള്ളൂ. അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാതാവ്, യേശു, പിന്നെ തിരുക്കുടുംബം ചെയ്യുന്നുണ്ട് നമ്മൾ. ട്രെൻഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന് ഓരോ ട്രെൻഡ് മോഡലുകൾ വരാറുണ്ടോ? അത് ഇപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസിനായാലും അല്ലെങ്കിൽ ഇപ്പോൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതിനകത്ത് ട്രെൻഡിങ് മോഡലുകളോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസോ എന്തെങ്കിലും അതിനകത്ത് എക്സ്ട്രാ വരാറുണ്ടോ? അതോ പഴയ സിസ്റ്റത്തിൽ തന്നെയാണോ ഇപ്പോഴും അത് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്? ട്രെൻഡിങ് മെറ്റീരിയൽസ് ഒന്നും ഇതിനകത്ത് അങ്ങനെ നോക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് കുറേ നെറ്റിപ്പട്ട മെറ്റീരിയൽസാണ് കൂടുതലും ആലവട്ടത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ അതിനകത്ത് കുറേ സ്റ്റോണുകൾ, മിററ്, ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കുറേ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് നമ്മളത് സാധനങ്ങൾ മാറ്റി ചെയ്യും. അങ്ങനെ നമ്മൾ തന്നെ ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ. ഏകദേശം ഇതിനകത്ത് സ്റ്റാർട്ടിങ് തൊട്ട് എത്ര റേറ്റ് വരെ ആയിരിക്കും ഇതിനകത്ത് കൂടുതലും സെയിലിങ്ങിന് വരുന്നത്? സാധനം ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്ന ഏറ്റവും ചെറുത് 1500 രൂപയ്ക്കാണ്. 1500 തൊട്ട് ആലവട്ടത്തിൻ്റെ പറയുന്നത് 4500. ഇപ്പം മയിൽപ്പീലിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടും. മയിൽപ്പീലി കോസ്റ്റ്ലി ആയതുകൊണ്ട് അതിനൊരു 5.5-6 വരെയൊക്കെ അതിന് റേറ്റ് പോകും. നെറ്റിപ്പട്ട നമ്മൾ ചെറുത് ഇതുവരെ ഒത്തിരി ചെറുത് ഞാനിതുവരെ ചെയ്തിട്ടില്ല. എല്ലാം നമുക്കൊരു വലിപ്പം ഒരു 6000 തൊട്ട് മുകളിലോട്ടാണ് റേറ്റ് വരുന്നത്. ചെറുതിപ്പോൾ ഓർഡർ എല്ലാം വരുവാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാന്നല്ലാതെ കൂടുതൽ നമ്മുടെ അടുത്ത് വന്നേക്കുന്നതൊക്കെ ഇങ്ങനെ ഈ വലിപ്പമുള്ള മോഡൽ തന്നെ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ടോ? ഇല്ല, ക്ഷേത്രങ്ങളിൽ നിന്നൊന്നും ഇതുവരെ അങ്ങനെ. കൂടുതലും വീടുകളിലും അങ്ങനെയൊക്കെ അല്ലേ, പൂജാമുറിയിലും ഓഫീസുകളിലും ഒക്കെ ചെയ്യാനായിരിക്കും അല്ലേ? അതെ, അങ്ങനെ വീടുകളിലേക്കൊക്കെയാണ് കൂടുതൽ, പൂജാമുറിയിലൊക്കെ ഉള്ളതാണ് കൂടുതലും വരുന്നത്. അപ്പോൾ സാറിൻ്റെ ഫാമിലിയൊക്കെ എങ്ങനെ, ഫുൾ സപ്പോർട്ടാണോ? അവർക്കും ഇതിനെപ്പറ്റിയൊക്കെ നല്ല താല്പര്യമുള്ളവരാണോ? ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. അവർക്ക് എല്ലാവർക്കും താല്പര്യമാണ്. ഫാമിലിയിൽ ആരൊക്കെയാണോ ഉള്ളത്? അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? എൻ്റെ വൈഫ് വിദേശത്താണ്, പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എനിക്കൊരു മകനുണ്ട്. മകനിപ്പം മുംബൈയിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മ്യൂസിക് പ്രൊഡക്ഷൻ്റെ. പിന്നെ മോള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അച്ഛനുണ്ട്, വൈഫിൻ്റെ അച്ഛൻ. ഞങ്ങളിപ്പം ഞാനും മോളും അച്ഛനുമാണ് ഇവിടെ വീട്ടിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ആളുകൾ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങളനുസരിച്ച് തന്നെ അളവിലും കാര്യത്തിലും ചെയ്തു കൊടുക്കാൻ പറ്റും? ചെയ്തു കൊടുക്കാം. അവർ പറയുന്ന അനുസരിച്ച് ആ വലിപ്പമാണെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും അവർ അങ്ങോട്ട് എന്തെങ്കിലും മോഡൽ സജഷൻ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. നാടിൻ്റെ ശബ്ദം ന്യൂസ്. ഓക്കെ സാർ, നമുക്കിപ്പോൾ വ്യൂവേഴ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മളൊരു ആഡ് വരികയാണെങ്കിൽ ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ കൊറിയറായിട്ട് ആളുകൾ ആവശ്യപ്പെടുവാണെങ്കിൽ സാധിക്കുമോ കൊടുക്കാൻ? തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം. കൊറിയർ വഴി നമുക്ക് ചെയ്തു കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ നാടിൻ്റെ ശബ്ദം ന്യൂസിന് വേണ്ടി നമുക്ക് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട് സാറിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നാടിൻ്റെ ശബ്ദത്തിൻ്റെ പേരിൽ അതിഥി ശ്രീ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം സാറിനോട് നമുക്ക് നന്ദി പറയാം.